രാജകോട്ട് രൂപതയുടെ അധ്യക്ഷനായിരുന്നു. ഇപ്പോഴേതാനും വർഷങ്ങളായിട്ട് അദ്ദേഹം വിശ്രമ ജീവിതം അവിടെ നയിക്കുകയായിരുന്നു. പിതാവ് സ്കൂൾ വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് വൈദിക പരിശീലനത്തിൻ്റെ പൂർത്തിയിൽ സ്വർഗസ്ഥനായ വള്ളപ്പള്ളി പിതാവിൽ നിന്നാണ് തിരുപ്പട്ടം സ്വീകരിച്ചത് 1963. പിന്നീട് പിതാവ് നിരവധിയായ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടു. 2 തവണ കൊച്ചി CM-ആയി പ്രൊവിൻഷ്യലായിരുന്നു. 1983 രാജകോട്ട് രൂപത അധ്യക്ഷനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു. നമ്മുടെ പ്രോവിൻസിൻ്റെ തലവനും മേജർ ആർച്ച് ബിഷപ്പുമെല്ലാം ആയിരുന്ന ഏറ്റവും പ്രിയങ്കരനായ കർദിനാൾ ആൻ്റണി പടിയറ പിതാവാണ് നമ്മുടെ പിതാവിന് മേലധ്യക്ഷ പട്ടം കൈവെപ്പ് ശുശ്രൂഷ വഴി നൽകിയത്. ആ 2 വലിയ പിതാക്കന്മാരുടെ ചൈതന്യം വള്ളപ്പള്ളി പിതാവിൻ്റെയും പടിയറ പിതാവിൻ്റെയും ആത്മീയ വഴികളും അറിവും എല്ലാം കരോട്ടമ്പറ പിതാവും സ്വന്തമാക്കിയിരുന്നു. ഗുജറാത്ത് പിതാവിൻ്റെ രക്തത്തിലുള്ള വാക്കാണ്, സ്ഥലമാണ്, വികാരമാണ്. നല്ലതുപോലെ ആ ദേശത്തെ രാജകോട്ടിനെയും ഗുജറാത്തിനെയും എല്ലാം പിതാവ് മനസ്സിൽ സൂക്ഷിച്ചു. പിതാവിൻ്റെ ഇവിടുത്തെ തറവാട് പുരാതനമായൊരു കുടുംബമാണ് കരോട്ടമ്പറയിൽ. ഞാൻ പിതാവിൻ്റെ സഹോദരനായിരുന്ന പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ വലിയ പണ്ഡിതനായിരുന്നു. അതുപോലെ തോമസ് സാറ്, ബഹുമാനപ്പെട്ട സിസ്റ്റർ മരിയ, അവരോട് ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾ, അവരെല്ലാം നമ്മളുടെ സഭയ്ക്കും ഈ ഇടവകയ്ക്കും നമ്മുടെ രൂപതയ്ക്കും വലിയ സേവനം ചെയ്തിട്ടുള്ള ആളാണ്. ഗ്രിഗറി പിതാവ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ മേഖലകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ആളാണ്. 2001 ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ അവിടെ സർക്കാർ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും സാധാരണ ജനങ്ങളോട് ബന്ധപ്പെട്ട് പെരുമാറാനുമെല്ലാം പിതാവിന് കഴിഞ്ഞു. ബഹുമാനപ്പെട്ട വികാരിച്ചനോട് സൂചിപ്പിച്ചതുപോലെ ഈ ഇടവകയെ പിതാവ് വളരെയേറെ സ്നേഹിച്ചിരുന്നു. ഞാനും പിതാവിനോട് പറഞ്ഞിരുന്നു, പിതാവേ, ഈ പള്ളിയുടെ കല്ലിടാനും ഈ പള്ളി ഉദാശ ചെയ്യാനും പിതാവ് കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ പിതാവ് അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഞാൻ നോക്കാം. 2നും പിതാവ് വന്നു. അതെനിക്ക് വലിയ സന്തോഷം നൽകിയൊരു കാര്യമായിരുന്നു. ഇവിടെ വികാരിച്ചൻ പറഞ്ഞതുപോലെ പള്ളി കുദാശയുടെ ദിവസം പിതാവിന് കാഴ്ച സംബന്ധമായ പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും ചുറ്റുപുറം പിതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബാലാപിതാവ് പറഞ്ഞു ഇവിടെ വരണം, അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ, അതുകൊണ്ട് ഞങ്ങൾ പിതാവിനെ കൊണ്ടുവരിക കേട്ടോ എന്നാണ് ചുറ്റുപുറം പിതാവ് പറഞ്ഞത്. ചുറ്റുപുറം പിതാവിൻ്റെ സ്നേഹാന്വേഷണം നമ്മുടെ പിതാവിൻ്റെ എപ്പോഴും എനിക്ക് കിട്ടുമായിരുന്നു. സിനഡിൽ വരുമ്പോഴെല്ലാം പിതാവിനെ അന്വേഷിച്ചു, പാലായെ അന്വേഷിച്ചു തുടങ്ങിയ കാര്യങ്ങളുടെ ആ ഒരു വിശദാംശങ്ങളൊക്കെ പിതാവ് എനിക്ക് എപ്പോഴും നൽകുമായിരുന്നു. വ്യക്തിപരമായിട്ട് കരോട്ടമ്പറ പിതാവ് എന്നോട് വലിയ സ്നേഹവും അടുപ്പവും എല്ലാം കാണിച്ചിട്ടുണ്ട്. പിതാവിൻ്റെ ഒരു സപ്പോർട്ട് എനിക്ക് ആദ്യ വർഷങ്ങളിലൊക്കെ സിനഡിൽ വളരെയധികം ലഭിച്ചു. പിതാവ് നിർഭയനായ ഒരാളായിരുന്നു. ആരെയും പേടിക്കാതെ ഈശോയെ കൂട്ടുപിടിച്ച് നല്ല വൈദികനും മേലധ്യക്ഷനും പൊതുപ്രവർത്തകനുമായിട്ട് പ്രവർത്തിച്ച ആളാണ്. പിതാവിൻ്റെ ശബ്ദം സിനഡിൽ
മുടങ്ങാത്ത നാളുകൾ ഇല്ലായിരുന്നു. സിറോ മലബാർ സഭയുടെ ചരിത്രവും അതിൻ്റെ ദൈവശാസ്ത്രവും അതിൻ്റെ മിഷണറി പൊട്ടൻഷ്യലുമൊക്കെ നന്നായിട്ട് അറിയാവുന്ന പിതാവായിരുന്നു ഗ്രിഗറി പിതാവ്. പിതാവ് തൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലും ഈ സഭയെ അക്ഷരാർത്ഥത്തിൽ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിച്ച ഒരാളാണ്. നമുക്ക് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും എല്ലാം ഹൈറാർക്കി മേലധ്യക്ഷനോട് കൂടിയ സംവിധാനങ്ങൾ ലഭിച്ചതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണക്കാരൻ കരോട്ടമ്പുര പിതാവാണ്. അദ്ദേഹം ആ രാജ്യങ്ങളിലെല്ലാം യാത്ര ചെയ്ത് ഈ സഭയുടെ മക്കൾ ഇന്ത്യക്ക് പുറത്ത് എവിടെയെല്ലാം ഉണ്ട് എന്ന് അന്വേഷിച്ച് പഠിച്ച് സിനഡിനും പരിശുദ്ധ സിംഹാസനത്തിനും റിപ്പോർട്ട് നൽകിയതുകൊണ്ടാണ് നമുക്ക് ഈ സഭയെ ഇതുപോലെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിക്കാനായിട്ട് സാധിച്ചത്. പ്രവാചക സ്വഭാവമുള്ള വാക്കുകളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. നല്ലൊരു ദീർഘദർശിയായിരുന്നു, ക്രാന്തദർശിയായിരുന്നു. ജാഗ്രതയോടെ ജീവിക്കാൻ രാഖന്മാരെയും ഗുജറാത്തിലെ രാജ്കോട്ടിലെ വൈദികരെയും ദൈവജനത്തെയും എല്ലാം നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവിടുത്തെ പ്രസ്ബിറ്റേറിയത്തിനും അൽമായ സഹോദരങ്ങൾക്കും സമർപ്പിത സഹോദരിമാർക്കുമെല്ലാം പിതാവിനോട് വലിയ അടുപ്പമുണ്ടായിരുന്നു. പിതാവ് നല്ല കർക്കശക്കാരനായിരുന്നു. പിതാവ് ഉദ്ദേശിച്ചെടുത്ത് കാര്യം കൊണ്ട് കെട്ടും. അതുകൊണ്ട് തമാശകളൊക്കെ പറയുമെങ്കിലും ഭരണപരമായ കാര്യങ്ങളിൽ അദ്ദേഹം വളരെ ഉറച്ച നിലപാടുകൾ എടുത്തിട്ടുള്ള ആളാണ്. സ്നേഹവും അറിവും ആത്മീയതയും തലമുറകളിലേക്ക് പകർന്നു. പിതാവ് നമ്മുടെ സിനഡിൽ കാക്കനാട് വരുമ്പോൾ ഒരു വലിയ ആവേശമായിരുന്നു എല്ലാവർക്കും. പിതാവ് സംസാരിക്കാൻ കൈവെക്കുമ്പോൾ എല്ലാവർക്കും അറിയാം എന്തെങ്കിലും ഉടനെ ഉണ്ടാവും. അത്തരത്തിൽ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പ്രബോധനാത്മകമായിട്ടുള്ള ചിന്തകൾ അദ്ദേഹം സിനഡിൽ പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പലപ്പോഴും തീക്കാറ്റായി മാറുന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ ചേർത്ത് പിടിക്കേണ്ടടുത്ത് ഗ്രിഗറി പിതാവ് ഇളംകാറ്റ് തന്നെയായിരുന്നു. സ്നേഹം എവിടെ ആവശ്യമുണ്ടോ, എവിടെയാണോ ഒരു കൈത്താങ് ആവശ്യം ഉള്ളത്, അവരെയെല്ലാം ചേർത്ത് പിടിച്ച് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. വലിയ പിതാക്കന്മാരോട്, പടിയൽ പിതാവിനോടും വർക്കിപ്പിതാവിനോടും എല്ലാം വളരെയേറെ സ്നേഹവും അടുപ്പവും പുലർത്താനായിട്ടെന്നും പരിശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും പിതാവ് മർമ്മം തൊട്ട തമാശകൾ, വിറ്റ്സ് ആൻഡ് ഹ്യൂമേഴ്സ് ധാരാളം പറയുമായിരുന്നു. ചരിത്രത്തിൽ നമുക്കറിയാം, ഗ്രിഗറി ദ ഗ്രേറ്റ് എന്ന പേരിലൊരു മാർപ്പാപ്പ ഉണ്ടായിരുന്നു. 64-ാമത്തെ മാർപ്പാപ്പ 590 മുതൽ 604 വരെ ജീവിച്ചിരുന്ന പിതാവാണ് ഗ്രിഗറി ദ ഗ്രേറ്റ്. മഹാത്മാവ് എന്നാണ് അദ്ദേഹത്തെ സഭയും വിശാല സമൂഹവും എല്ലാം വിശേഷിപ്പിച്ചത്. നമ്മുടെ കരോട്ടമ്പുര പിതാവും മഹാത്മാവായിരുന്നു. ഗ്രിഗറി ദ ഗ്രേറ്റ് തന്നെയാണ്. ഈ പരിശുദ്ധ പിതാവിൻ്റെ, ഗ്രിഗറി ദ ഗ്രേറ്റിൻ്റെ പ്രത്യേകത, അദ്ദേഹം ചരിത്രകാരനായിരുന്നു, റിഫോർമിസ്റ്റ് ആയിരുന്നു, വലിയ ലിറ്റർജിസ്റ്റ് ആയിരുന്നു, ഡോക്ടർ ഓഫ് ദി ചർച്ച് ആണ്. അങ്ങനെയുള്ള തിളങ്ങുന്ന സ്വഭാവവിശേഷം കൊണ്ടാണ് ഗ്രിഗറി ദ ഗ്രേറ്റ് എന്ന് ചരിത്രത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. ഉത്തമനായ ഒരു എക്സ്ട്രാ ഓർഡിനറി സവിശേഷതയുള്ള പരിശുദ്ധ പിതാവായിരുന്നു. ലീഡർഷിപ്പ് സഭയ്ക്ക്, ലോകത്തിന് നൽകിയത്. സംഭാഷകനായ ഗ്രിഗറി എന്നാണ് മാർപ്പാപ്പായെ അന്നും കർദിനാളന്മാരും വലിയ പണ്ഡിതന്മാരുമൊക്കെ വിശേഷിപ്പിച്ചത്.
ഗ്രിഗറി ദ ഗ്രേറ്റിൻ്റെ വിശുദ്ധ പിതാവിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു വാക്യമാണ് തിരുവചനത്തെക്കുറിച്ചുള്ളത്. ബൈബിൾ ഈസ് എ സ്ട്രീം ഓഫ് റണ്ണിങ് വാട്ടർ. വേദപുസ്തകം വലിയൊരു തടാകമാണ്. വേർ ദി എലഫൻറ്റ്സ് മേ സ്വിം. ആനകൾക്ക് നീന്തി തുടിക്കാൻ തക്കവണ്ണം ആഴവും വലിപ്പവുമുണ്ട്. ആൻഡ് ദ ലാംപ് വാക്സ് വിതൗട്ട് ലൂസിങ് ഇറ്റ്സ് ഫീറ്റ്. കുഞ്ഞാടുകൾക്ക് കാല് ഇടറാതെ കാലുറപ്പിച്ച് നടക്കാനുള്ള സംവിധാനവും ഈ ബൈബിളിനുണ്ട്. ബൈബിള് വലിയ തടാകമാണ്. ആനകൾക്ക് നീന്തി തുടിക്കാൻ തക്കവണ്ണം ആഴമുണ്ട്. കൊച്ചുകുട്ടികൾക്ക് ചാടിക്കളിക്കാൻ അവരുടെ കാല് തെറ്റിപ്പോകാതെ സംരക്ഷിക്കാനുള്ള സംവിധാനവും ആ തടാകത്തിനുണ്ട്, ആ ബൈബിളിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പ്രബോധനം പിന്നീടുള്ള വേദശാസ്ത്രികളൊക്കെ ഗൗരവതരമായ രീതിയിൽ എടുക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്രിഗറി പിതാവും വളരെ സാധാരണമായ മികവോടുകൂടി നമ്മുടെ സഭയുടെ ചരിത്രം ലാസ്റ്റ് അച്ഛനോടൊക്കെ ചേർന്ന് ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരൊക്കെ വലിയ പണ്ഡിതന്മാരും ചരിത്രകാരന്മാരുമായിട്ടുള്ള അച്ഛന്മാരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരെല്ലാം. അവരോട് ചേർന്ന് ആ ഒരു വലിയ ട്രഡീഷനെ ഡീപ്പൻ ചെയ്ത ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കും സംഭാഷണങ്ങൾക്കും വലിയ അർത്ഥമുണ്ടായിരുന്നു, ആഴമുണ്ടായിരുന്നു. നമ്മുടെ സഭയുടെ പ്രബോധനാത്മകമായ മാനങ്ങളിൽ നിന്ന് നമ്മൾ മാറരുത് എന്ന് എപ്പോഴും പറയുമായിരുന്നു. എന്നോട് വർക്കിപ്പിതാവ് ഒരിക്കൽ പറഞ്ഞു, പിതാവിന് സിനഡിൽ സുറിയാനി കുർബാന ഒന്ന് ചെല്ലാമോ മുഴുവനും? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ചെല്ലാൻ എനിക്ക് റെഡിയാണ്. പിതാക്കന്മാർക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല, എനിക്കൊരു ചെറിയ ഉൾഭയമുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട, ഞാനല്ലേ പറഞ്ഞേ, മേജർ ആർച്ച് ബിഷപ്പാണല്ലോ. അപ്പം ഞാൻ അതനുസരിച്ച് ചൊല്ലി. വർക്കിപ്പിതാവിന് വലിയ സന്തോഷമായി, പിതാക്കന്മാർക്കെല്ലാം സന്തോഷമായിരുന്നു. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തന്നത് ഈ കരട്ടമ്പി പിതാവാണ്. പിതാവ് പള്ളിക്കകത്ത് കുർബാന കഴിഞ്ഞപ്പോൾ, ഊട്ടുമുറി വന്നപ്പോൾ, പിന്നീട് സിനഡ് ഹാളിൽ വന്നപ്പോഴെല്ലാം വലിയ താല്പര്യത്തോടു കൂടി അതിൻ്റെ പ്രോത്സാഹനവും അനുമോദന വാക്കുകളും എല്ലാം പറഞ്ഞതെൻ്റെ ഓർമ്മയിലുണ്ട്. എന്നും പിതാവ് ആ തരത്തിൽ നമ്മുടെ സുറിയാനി ഭാഷയോടും സുറിയാനി സംസ്കാരത്തോടും ഈ സഭയുടെ അപ്പസ്തോലികമായ പൈതൃകത്തോടും അങ്ങേയറ്റം താല്പര്യം കാണിച്ചിട്ടുള്ള ഒരു ആളാണ്. He played a pivotal role in expanding and strengthening the missionary outreach of the Syro Malabar Church. രാവിൻ്റെ ആ കാര്യക്ഷമതയും യാത്രകളുമാണ് ഈ അപ്പസ്തോലിക ട്രഡീഷനെ ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ട് എത്തിച്ചത്. അതിൽ സിറോ മലബാർ സിനഡ് ഒരു കാലത്തും അദ്ദേഹത്തെ മറക്കുകയില്ല, സ്നേഹപൂർവ്വം ഹൃദയത്തിൽ സൂക്ഷിക്കും. ഇവാഞ്ചലൈസേഷൻ്റെ അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൈഗ്രൻസ് കെയർ മാത്രമല്ല, സിറോ മലബാറിൽ നിന്ന് എത്ര പേര് കേരളത്തിന് പുറത്ത്, ഇന്ത്യക്കകത്ത്, ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നുണ്ട് എന്നുള്ള എണ്ണമെടുത്ത് അക്കാര്യം മാത്രം നോക്കിയാൽ പോരാ. എവാഞ്ചലൈസേഷൻ്റെ വഴി കൂടെ, അതായത് വെർജിൻ ലാൻഡിൽ ക്രൈസ്തവർ ആരുമില്ലാത്ത പ്രദേശത്ത് പോയി എവാഞ്ചലൈസേഷൻ നമ്മൾ നടത്തണം. അദ്ദേഹം പറഞ്ഞ അടിസ്ഥാനപരമായ ഒരു സ്റ്റാൻഡായിരുന്നു, മൈഗ്രേഷൻ ചിലപ്പോൾ തീർന്നു പോകും. നമ്മുടെ നാട് വളരെ സമ്പന്നമാകുമ്പോൾ പിന്നീട് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, എവാഞ്ചലൈസേഷനും കെയർ ഓഫ് മൈഗ്രൻസും ഒന്നിച്ചു പോകണം. ഈ സഭയിൽ നിന്ന് പുറത്തുള്ളവരെ മാത്രം നോക്കിയാൽ പോരാ, ഈ സഭയിലേക്ക് ആർക്കും വരാനുള്ള ആ ഒരു വഴി കൂടെ നമ്മൾ വെട്ടിത്തുറക്കണമെന്നുള്ള വലിയ കൺസേൺ അദ്ദേഹം പുലർത്തി. അദ്ദേഹത്തെ തുടർന്നാണ് നമ്മുടെ ഇടവക്കാരൻ തന്നെയായ വടക്കേൽ പിതാവാണ് പിന്നീട് ഈ ഇവാഞ്ചലൈസേഷൻ്റെയും മൈഗ്രൻസ് കെയറിൻ്റെയും ചുമതല വന്നത്.
നല്ലൊരു കണ്ടിന്യൂയിറ്റി അങ്ങനെ നമ്മുടെ സഭയ്ക്ക് ഈ ഇടവക്കാരായ പിതാക്കന്മാർ വഴി കിട്ടി എന്നുള്ളതും ഇവിടെ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിതാവ് നല്ല ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കൺസർവേറ്റീവായിരുന്നു എന്ന് പറഞ്ഞാൽ സഭയുടെ ഉത്തമാംശങ്ങളെ കൺസേർവ് ചെയ്ത, നഷ്ടപ്പെട്ടു പോകാണ്ട് അതിനെ പ്രിസേർവ് ചെയ്ത് കൺസേർവ് ചെയ്ത് ഒരു മിഷണറി സീല് എല്ലാവർക്കും നൽകിയ ആളാണ്. അദ്ദേഹം ഒരു ലെഗസി സിറോ മലബാർ സഭയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സിനഡിനെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. സിംഹഗർജനമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ സിനഡിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ആശയങ്ങളും വാക്കുകളും അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളും ഒക്കെ അത് എല്ലാവർക്കും ഒരുപോലെ ചിലപ്പം ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം. എങ്കിലും പിതാവിൻ്റെ നിലപാടുകളും അദ്ദേഹം കുടുംബത്തിൽ നിന്നും വൈദിക പരിശീലന മേഖലയിൽ നിന്നുമെല്ലാം സ്വന്തമാക്കിയ അറിവ് നമ്മളുടെ സിനഡിനെ വളരെയേറെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഗുജറാത്തിൽ അദ്ദേഹം നിരവധിയായ ശുശ്രൂഷകളിലൂടെ പള്ളികൾ സ്ഥാപിച്ച്, മിഷൻ സ്ഥാപിച്ച്, മഠങ്ങൾ സ്ഥാപിച്ച്, നല്ല ഉപദേശങ്ങൾ കൊടുത്ത്, ഹോസ്പിറ്റൽ സ്ഥാപിച്ചെല്ലാം ഈ രാജകോട്ടിനെ അവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കേന്ദ്രമാക്കി മാറ്റി. യോനാസ് സളിയത്ത് പിതാവിൻ്റെ തുടർച്ചയിൽ വന്ന ആളെന്ന നിലയ്ക്ക് അവിടെയും നല്ല ഒരു കണ്ടിന്യൂയിറ്റിക്ക് തടസ്സമില്ലാണ്ട് അദ്ദേഹവും വളരെ പ്രഗത്ഭനായ മേലധ്യക്ഷനായിരുന്നു. അതിനോട് ചേർന്ന് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു. അതുപോലെ ചുറ്റുപറമ്പിൽ പിതാവിനോടും വലിയ സ്നേഹവും കരുതലും അവരിരുവരും എപ്പോഴും തമാശകൾ പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് സിനഡിൽ വെച്ചും ഞാൻ അനേക തവണ കണ്ടിട്ടുണ്ട്. നമ്മുടെ പിതാവ് ഈ സഭയ്ക്ക് ചെയ്ത മറ്റൊരു വലിയ കാര്യമായിരുന്നു ASSM എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത് അസോസിയേഷൻ ഓഫ് സപ്പോർട്ടേഴ്സ് ഓഫ് ദ സിറോ മലബാർ മിഷൻ. അതിൻ്റെ ആദ്യത്തെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. വർക്കിപ്പിതാവാണ് അദ്ദേഹത്തെ ഡയറക്ടറാക്കിയത്. പിന്നീട് അതിൻ്റെ പേര് ചേഞ്ച് ചെയ്ത് SYMM സിറോ മലബാർ മിഷൻ എന്ന ആ ലേബലിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം വീണ്ടും നമ്മുടെ സഭയിലെ ദളിത് ക്രൈസ്തവർക്ക് വേണ്ടി ദളിത് വികാസ് പ്രോജക്റ്റ്, സിറോ മലബാർ ദളിത് വികാസ് സൊസൈറ്റി എന്ന പേരിൽ SDVS എന്ന സംഘടനയും സ്ഥാപിച്ച് അതുവഴി അദ്ദേഹം കേരളത്തിലുള്ള സിറോ മലബാറിലെ ദളിത് കത്തോലിക്കർക്ക് ഉപരിപഠനത്തിനുള്ള സാമ്പത്തിക സഹായമാണ് അതുവഴി ലക്ഷ്യമാക്കിയത്. അത് നമ്മുടെ രൂപതയിൽ ദളിത് കത്തോലിക്കർ ഏറ്റവും കൂടുതലുള്ള രൂപതയാണ്. നമുക്കെല്ലാ കൊല്ലവും കരോട്ടപ്പുര പിതാവിൻ്റെ ഈ ദളിത് വികാസ് സൊസൈറ്റിയിൽ നിന്ന് സ്കോളർഷിപ്പുകൾ കിട്ടുമായിരുന്നു. നഴ്സിങ്ങിന് പോകാൻ, MBBSന് പോകാൻ, എഞ്ചിനീയറിങ്ങിന് പോകാൻ. അത് പിതാവിൻ്റെ വലിയൊരു കാര്യമായിരുന്നു. പിതാവ് എന്നോട് കാണുമ്പോഴൊക്കെ പറയും, പിതാവ് എൻ്റെ കാശെല്ലാം നിങ്ങളെ മേടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, പിതാവ് പാലാരൂപതയുടെ 1/6 ദളിത് കത്തോലിക്കരാണ്. പാലാരൂപതയുടെ 1/6 ദളിത് കത്തോലിക്കരാണ്. അതുകൊണ്ടാണ് ഇത് മേടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അത് പിതാവിനറിയാമല്ലോ. പിതാവ് എന്നെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയൊക്കെ പറയുന്നതാണ്. എൻ്റെ പിതാവാണ് ഈ കാശെല്ലാം കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഇങ്ങനെ സിനഡിനകത്തും പുറത്തും മീറ്റിങ്ങിലൊക്കെ പറയുമായിരുന്നു. അത് വലിയൊരു സഹായമായിരുന്നു നമുക്ക്. ഞാനിത് പറഞ്ഞത് അദ്ദേഹം സമൂഹത്തിലെ ഏറ്റവും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളെക്കുറിച്ചും ഇതര മതസ്ഥരെക്കുറിച്ചും ക്രിസ്തീയ പൊതുവേദികളിൽ എക്യുമെനിക്കലായിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ വളരെയേറെ ശ്രദ്ധിച്ചു. അതെല്ലാം ഈ സിറോ മലബാർ സഭയുടെ അപ്പസ്തോലിക പൈതൃകത്തെ ചുറ്റിപ്പറ്റിയുള്ള വലിയ പ്രഘോഷണമാണ് അദ്ദേഹം നടത്തിയതെല്ലാം. അദ്ദേഹം പോയിടത്തെല്ലാം കൊടുത്തത് ഈശോയുടെ, ഈ സഭയുടെ ചൈതന്യമാണ്. അത് ഞങ്ങൾ ഒന്നിച്ച് അതിലിമിന സന്ദർശനത്തിന് പോകുമ്പോൾ പരിശുദ്ധ പിതാവിനോട് സംസാരിക്കാനാണെങ്കിലും പിതാവിനൊരു ചാതുര്യമുണ്ട്. പിതാവ് ഒട്ടും മടിച്ച് മാറി നിൽക്കുകയില്ല. അങ്ങനെയെല്ലാം പോളിസിയോട് ബന്ധപ്പെടാനും സിനഡിനെ ബലപ്പെടുത്താനും നമ്മുടെ രൂപതയും പിതാവ് കൂടും വരുമ്പോഴൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചോദിക്കുകയും എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. എവിടെയെങ്കിലും നമ്മൾ തിരുത്തേണ്ട കാര്യം പിതാവിൻ്റെ ശ്രദ്ധയിലുണ്ടെങ്കിൽ അത് പറയുമായിരുന്നു. അങ്ങനെ വലിയൊരു ആത്മബന്ധം എന്നോട് കാണിച്ചിട്ടുണ്ട്. വളരെ ഒരുപക്ഷെ നിങ്ങൾ അത്ഭുതപ്പെടുന്ന രീതിയിൽ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, അത്രയേറെ വാത്സല്യവും അടുപ്പവും പിതാവ് വ്യക്തിപരമായിട്ടും എന്നോട്
കാണിച്ചിരുന്നു. അതെനിക്ക് പ്രത്യേകിച്ച് ആദ്യ വർഷങ്ങളിൽ മേലധ്യക്ഷൻ എന്ന നിലയിൽ സിനഡിൽ ഇടപെടാനും നമ്മളുടെ നിലപാടുകൾ ഉറപ്പിക്കാനുമൊക്കെ എനിക്ക് വലിയൊരു പിൻബലമായിട്ട് പിതാവുണ്ടായിരുന്നു. സുറിയാനി ഭാഷയുടെ കാര്യം ഉൾപ്പെടെ. പിതാവ് വലിയ പണ്ഡിതനും കൂടിയായിരുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ തേർഡ് മില്ലേനിയം അച്ഛന്മാർക്ക്, സീമയച്ചന്മാർക്ക് എല്ലാം അറിയാം. അതുപോലെ സെൻറ് തോമസ് ക്രിസ്ത്യൻസ് എന്ന 2 വലിയ പ്രസിദ്ധീകരണങ്ങൾ, അതുപോലെ പുസ്തകങ്ങൾ, 50ഓളം പുസ്തകങ്ങൾ പിതാവ് എഴുതിയിട്ടുണ്ട്. ഗുജറാത്തി ഭാഷ നന്നായിട്ട് അറിയാമായിരുന്നു. സർവമലബാർ ലിറ്ററേച്ചർ ഗുജറാത്തി ഭാഷയിലേക്ക് കൊണ്ടുവരുന്നതിനും അത് ആ രീതിയിൽ ചൊല്ലാനും പാടാനും എല്ലാം പിതാവ് വലിയ താല്പര്യം കാണിച്ചു. 2 സന്യാസിനി സമൂഹങ്ങളെ ഗുജറാത്തിൽ ഈ സുവിശേഷ ശുശ്രൂഷയ്ക്കായിട്ട് സ്ഥാപിച്ചു. അവസാന നാളുകളിൽ വളരെ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് വേണ്ടി മീൽസ് ഓൺ വീൽ എന്നൊരു പദ്ധതി, തീരെ ഏറ്റെടുക്കാനൊക്കെ പറ്റാത്തവർക്ക് അവർക്കും ഭക്ഷണം വേണം, അവരെയും നമ്മൾ നോക്കണമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടോടുകൂടി. അപ്പോൾ ഞാനിത് പറഞ്ഞത് വളരെ സമഗ്ര സ്വഭാവമുള്ള ഒരു ലീഡർഷിപ്പ് നൽകിയ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെഗസി, അദ്ദേഹം ആരായിരുന്നു, എന്തായിരുന്നു എന്നത് ഞാൻ കരുതുന്നത് വരുംകാല സഭ അദ്ദേഹത്തെ ഇനിയും പഠിക്കും. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും നിലപാടുകളും പ്രസിദ്ധീകരണങ്ങളുമൊക്കെ വരും നാടുകളിൽ നമ്മളുടെ സിനഡിനോട് ബന്ധപ്പെട്ടുള്ള റിസർച്ച് സെൻ്ററുമൊക്കെ റോട്ടംബ്ര പിതാവിൻ്റെ ഈ കോൺട്രിബ്യൂഷൻസ് പഠന വിധേയമാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ തീർച്ചയായിട്ടും അടുത്ത സിനഡിൽ പിതാവിൻ്റെ ഓർമ്മ നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വലായിട്ടുള്ള കോൺട്രിബ്യൂഷൻസും കൂടുതൽ എക്ലീഷ്യലായിട്ട് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കാനും അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും നമ്മൾ പരിശ്രമിക്കണം എന്നത് സിനഡിൻ്റെ സ്വാഭാവികമായ ഉത്തരവാദിത്വം കൂടിയാണ്. നമ്മൾ ഇന്ന് എനിക്ക് പോകാൻ പറ്റാത്തതിലുള്ള സങ്കടം വാസ്തവത്തിൽ ഇവിടെ വന്നപ്പോൾ സന്തോഷമായി മാറി. ഇത്രയും അച്ഛന്മാരോടുകൂടി ദൈവജനങ്ങളോടുകൂടി പരിശുദ്ധ കുർബാന അർപ്പിക്കാനും നമ്മുടെ പ്രൊവിൻഷ്യൽ അച്ഛന്മാരാണ് ഇവിടെ ഇരിക്കുന്നവർ. അവരുടെ എല്ലാം വലിയ ശക്തമായ ലീഡർഷിപ്പ് കോട്ടയം പ്രൊവിൻസിൽ ശ്രീമായി പ്രൊവിൻസിൻ്റെ അത് പത്രം വഴിയും പ്രസിദ്ധീകരണം വഴിയും അവരുടെ സ്വാഭാവികമായ കഴിവ് വഴിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴിയും കോളേജുകൾ വഴിയും എല്ലാം കോട്ടയം പ്രൊവിൻസ് നിറഞ്ഞു നിൽക്കുകയാണ്. CMI കോൺഗ്രിഗേഷൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ വഴി അത് നാനാജാതി മതസ്ഥർക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. അത് ഞാൻ പ്രത്യേകമായിട്ട് ഇവിടെ ഓർക്കുകയാണ്. റോട്ടംബ്ര പിതാവ് നമ്മുടെ ഈ ചെമ്പളമറ്റത്തിൻ്റെ ഹൃദയത്തിലാണ്, പലായുടെ ഹൃദയത്തിലാണ്, സിനഡിൻ്റെ ഹൃദയത്തിലാണ്. അദ്ദേഹം വലിയൊരു റിനൈസൻസ്, ഒരു നവോത്ഥാനം നമ്മുടെ സഭയ്ക്കും നമ്മുടെ സിനഡിനും നൽകിയ വ്യക്തിയാണ്. മേജർ ആർച്ച് ബിഷപ്പ്മാർക്കെല്ലാം അദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ നമുക്കിന്ന് ഇവിടെ പിതാവിന് വേണ്ടി പരിശുദ്ധ അർപ്പിക്കാൻ സാധിച്ചു. നമ്മുടെ ഇവിടേക്ക് പോയ ആളുകളുമായിട്ട് രൂപതയെ റെപ്രസെൻ്റ് ചെയ്ത് മോൺസിഞ്ഞോർ കണിയോടിക്കൽ അവിടെ ഉണ്ട്. ഇന്നലെ പോയി. കൊല്ലംപറമ്പിൽ പിതാവും ഇവിടെയായിരുന്നു. അദ്ദേഹവും തിരിച്ച് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ഇനി ഞാൻ രാത്രിക്ക് പോയി. ഇവിടെ നിന്ന് ചെറുകുന്നലച്ചനും അവരെല്ലാം പോയിട്ടുണ്ട്. ചെറുകുന്നലച്ചൻ പലതവണ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇവിടെ വിചാരിച്ചൻ ഇവിടെ കുർബാനയും മറ്റു സംവിധാനങ്ങളും എല്ലാം ഒരുക്കുന്നുണ്ട്, ഞാനും പോയി ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അച്ഛന് വലിയ സന്തോഷമായത്. ഞാൻ വിചാരിച്ചനെയും കൊച്ചനെയും പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അവരുടെ വലിയൊരു കരുതൽ ഇതൊരു എക്ലീഷ്യൽ ഇവൻ്റാക്കി മാറ്റി. ഈ വേർപാട് വേദനയുടെ ഒരു വേർപാടാണ്, പക്ഷേ അതൊരു എക്ലീഷ്യൽ ഇവൻ്റാക്കിയത് വിചാരിച്ചനാണ്. വിചാരിച്ചൻ്റെ ചിന്തകളാണ്, അച്ഛൻ്റെ സമയോചിതമായ ഇടപെടലാണ്. അതുപോലെ കൊച്ചനും ആ കാര്യത്തിലെല്ലാം കൂട്ടത്തിൽ നിന്ന് വളരെയേറെ ശ്രദ്ധിച്ച് വലിയൊരു സമ്മേളനമായിട്ട് പരിശുദ്ധ കുർബാന ഒരു പ്രേയിങ് ചർച്ചിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് അർപ്പിക്കാൻ സാധിച്ചു. പ്രൊവിൻഷ്യലച്ചൻ ഒപ്പീസ് പാടി. അങ്ങനെ പിതാവിനെ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഈ മണിക്കൂറിൽ സമാപന ശുശ്രൂഷകൾ അവിടെ രാജ്കോട്ട് കത്തീഡ്രലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ചിന്തകളിലൂടെ അനുസരിച്ച് സൂക്ഷിക്കാം. പരിശുദ്ധ അൽഫോൻസാമ്മയോട് നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ.